എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ ഞാൻ 9:30 കുർബാനക്കാണ് പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് പോണത്. ഇന്നിപ്പോൾ റോജറുണ്ട്, റയനും ഉണ്ട്, ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും രാവിലത്തേക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം. പിന്നെ ഉച്ചക്കുള്ള പച്ചക്കറികളാണ് ഇന്ന് കൂടുതൽ. അപ്പോൾ പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തൊക്കെ വെക്കാം. ഇപ്പം നമുക്ക് മീനെല്ലാം കിട്ടിയിട്ട് ഒത്തിരി ദിവസങ്ങളായല്ല. അപ്പോൾ മീനൊന്നുമില്ല. പിന്നെ ബീഫായിരുന്നല്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബീഫും ഒക്കെ ഒന്നും മേടിച്ചില്ല ഇത്തവണ. അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നോണായല്ല. എനിക്കും പപ്പക്കും ഈ പച്ചക്കറികളും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുത്തിട്ടാണ്. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണുമ്പോഴൊക്കെയും കുറേ പേര് ഇങ്ങനെ കമൻസിൽ ചോദിക്കും, സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം. കുറേ തവണ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിന് ഒരു ടിപ്പെന്ന് പറയാനൊന്നും ഒരു ടിപ്പെന്നൊന്നും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റില്ല. അത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ ഇത് കുഴക്കുന്നതും ചുടുന്നതും ആ സമയം ചുട്ടെടുക്കുന്ന സമയം അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ചപ്പാത്തി സോഫ്റ്റായിട്ട് വരേണ്ടതെന്ന് ഞാൻ കാലങ്ങളെടുത്ത് പഠിച്ചൊരു കാര്യമാണ്. അല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കിയ കാര്യമില്ല. കാരണം ഞാനും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത്. അത് എല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോഴും അത് വഴറ്റുന്ന സമയം നമ്മൾ ക്ഷമയോടുകൂടി വഴറ്റുന്നതും തീ കൂട്ടി വെച്ച് വഴറ്റുന്നതും തമ്മിൽ കറികളുടെ രുചിക്ക് നല്ല വ്യത്യാസം വരും. അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ടേസ്റ്റുള്ളൊരു കറി കഴിക്കുമ്പോൾ അവരോട് നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ല എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ കൂട്ട് പറഞ്ഞു തരുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇടുന്നതല്ല, പിന്നെ നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് റെസിപ്പി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇല്ല, ഇത്രയും പൊടികളും ഇത്രയും കാര്യങ്ങളും തന്നെ ഇത് തന്നെയാണ് നമ്മളും വഴറ്റിയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. പക്ഷേ അവർ വഴറ്റുന്നതും നമ്മൾ വഴറ്റുന്നതും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ ടൈം എടുത്ത് ചെയ്യുന്നതും തീ കൂട്ടി വെച്ചിട്ടൊക്കെ പെട്ടെന്ന് എന്നെപ്പോലെ ഒട്ടും ക്ഷമയില്ലാതെ ചെയ്യുന്നതും ഒക്കെ തമ്മിൽ കറികളുടെ രുചിക്കും അതുപോലെ തന്നെ ഈ ചപ്പാത്തി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനും ഒക്കെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മളൊരിക്കലും ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കണം ഇൻഗ്രീഡിയൻസ് കറക്റ്റാണ്, അളവ് കറക്റ്റാണ്, വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റാണ്, ഉപ്പിൻ്റെ കറക്റ്റാണ്, ഇതൊക്കെ നമ്മളങ്ങനെ വിചാരിക്കും. പക്ഷെ അതിലൊന്നുമല്ല കാര്യം. ഈ പാചകത്തിൻ്റെ ക്ഷമയോടുകൂടി ചെയ്യുന്ന ആ ഒരു സംഭവം, ആ ഒരു കാര്യത്തിനാണ് നമുക്ക് കറികൾക്കും പലഹാരത്തിനുമൊക്കെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിയുടെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ. ചപ്പാത്തി ചുട്ടെടുക്കുന്നതും കുഴക്കുന്നതും എല്ലാത്തിനും ആ ഒരു കണക്കിൽ നമ്മൾ പോയാലേ കറക്റ്റായിട്ട് വരുള്ളൂ. ഞാൻ ആര്യാസ് പാർക്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താലി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ചപ്പാത്തി ഉണ്ടാവും താലി ഊണിൻ്റെ കൂട്ടത്തിൽ. ആ ചപ്പാത്തി കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് അധികം നേരം ചപ്പാത്തി വേവിക്കരുതെന്നുള്ളത്. കാരണം അത് വെറുതെ പഞ്ഞി പോലെ തുണി മടക്കി വെച്ച പോലത്തെ ചപ്പാത്തിയാണ്. അതേലൊരു കറുത്ത പാട ഒന്നുമില്ല. ചപ്പാത്തി വെളുത്തായിരിക്കണം. അന്ന് വെളുത്തെന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി തന്നെയാണ്, എങ്കിൽ തന്നെയും ഒരു കറുത്ത പാടുകളും ഇല്ലാത്തൊരു ചപ്പാത്തി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് അധികം നേരിട്ട് വേവിക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വേവിക്കുന്ന ചപ്പാത്തി വേഗണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇട്ട് വേവിക്കും. അധികം ഇട്ട് വേവിക്കരുത്, പെട്ടെന്ന് എടുത്ത് മാറ്റുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് തുണി പോലെ മടക്കിയെടുക്കാവുന്ന ചപ്പാത്തി കിട്ടും. അപ്പം ഞാൻ ചോറ് വെക്കാനുള്ള അരിയൊക്കെ ഇട്ട്, അപ്പോൾ ഞാൻ ഈ അരി ഇടുന്നത് എപ്പോഴും നമ്മുടെ ടാപ്പിൽ നിന്ന് തന്നെ ചൂടുവെള്ളം ഉണ്ടല്ലോ, സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ചൂടുവെള്ളം 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായി കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കാലൊക്കെ പൊള്ളോട്ട്, അത്രയും തിളച്ച വെള്ളമാണ്. ഈ കുട്ടികളുള്ള വീട്ടിലൊക്കെ അത് പ്രശ്നമാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ ആ ടാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പൊള്ളിപ്പോകും. തിളച്ച വെള്ളം മേത്ത് വീണ പോലെ തന്നെ പൊള്ളിപ്പോകും. അപ്പോൾ അത്രയും ചൂടുള്ള വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്യാസ് ഒക്കെ എനിക്ക് 2 മാസം നിൽക്കുന്ന കാര്യം 1.5 മാസം നിൽക്കും. അത് ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ തിളച്ച വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ വെള്ളം തിളക്കേണ്ട അത്രയും ഗ്യാസ് ആവശ്യമില്ലല്ലോ. തിളച്ച വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ തിളച്ച വെള്ളമാണ് നമ്മൾ കഞ്ഞിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് അരിയിട്ട് അങ്ങോട്ട് വെക്കണത്. പെട്ടെന്ന് തന്നെ കഞ്ഞി തിളച്ച് വരികയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, ഇത് പ്യൂരിഫയർ എന്നുള്ള വെള്ളമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഗ്യാസ് കുറവ് മതി. ഇവിടയിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് എല്ലാ ദിവസവും അത്രയും വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോൾ അത്രയും ഗ്യാസ് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങളാണ് നമുക്ക് ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ.
അങ്ങനെ ഇതേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതിന് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ സവാള ഞാൻ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ഇരുന്ന് വെച്ചൊരു പാത്രം തന്നെ എടുത്താൽ കേട്ടോ. നമ്മൾ തലേദിവസം പാചകം ചെയ്ത പാത്രം കഴുകി അവിടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പാത്രം വേറെ ഇത്രയും കൂടി വലുതാണ് എടുക്കേണ്ടത്. എങ്കിലും ഇങ്ങനെയുള്ള ചില മടികൾ എനിക്ക് വരും. ഇനി പുറത്തിറങ്ങി പാത്രം കഴുകി എടുക്കണ്ടേ എന്നുള്ള ഒരു ഇതിൽ അവിടെ ഉണ്ടായിരുന്ന പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളക്, സവാള ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എൻ്റെ കയ്യിലെടുത്തത്. അപ്പോൾ റയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ അടുത്ത്, മമ്മി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് പേസ്റ്റായിട്ട് ഇത് കടിക്കുമ്പോൾ ഒരു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ മൊത്തത്തിൽ ഒരു രുചി അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാം അത് കുഴപ്പമില്ല മമ്മി അങ്ങനെ ഇടെന്ന് പറഞ്ഞിട്ട് ഞാനിത്തിരി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ അതിനകത്തേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്ര ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ചിക്കൻ എടുത്തിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാത്രം ചെറുതാണ് എങ്കിലും കുഴപ്പമില്ല, ഒരു കണക്കിന് ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് മറിച്ച് എല്ലാം ഒന്ന് അതിൽ ഒന്ന് കോട്ടായതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ട് ഇനി വേവിക്കണത്. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ പച്ചക്കറികളും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി ബീൻസും ഒരു പടവലങ്ങ ഉള്ളത്. അപ്പോൾ പടവലങ്ങയ്ക്ക് ഇത്തിരി പരിപ്പിട്ടിട്ടാണ് നമുക്ക് വേവിക്കാനുള്ളത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ പരിപ്പ് എഴുതാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരിപ്പ് ഇല്ല, തീരെ ഇല്ല പരിപ്പ്. ചില അത്യാവശ്യ സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് മറന്നു പോകും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും വെറുതെ തേങ്ങ അരച്ചിട്ട് പരിപ്പിടാതെ തേങ്ങ അരച്ച് മാത്രം പടവലങ്ങ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇനി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ വെക്കുള്ളൂ. കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വേഗം കൂടി വെക്കാൻ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി ഏകദേശം വെന്ത് ഏറ്റവും അവസാനം ഞാൻ ഇത്തിരി ക്രീമും കൂടി എൻ്റെ മീതിലേക്ക് ഇട്ടിട്ട്, ഇതിനകത്ത് ക്രീം ഒട്ടും മാച്ചിങ് അല്ല കേട്ടോ. നമ്മൾ ഈ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ സാധാരണ ഒരു നാടൻ കറിയല്ലേ, അതിൽ ക്രീം അത്ര പോരാ എങ്കിൽ തന്നെയും തേങ്ങ അധികമില്ല. ഇങ്ങനെ പാല് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി തേങ്ങ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ തേങ്ങ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണോണ്ടേ ഇനിയിപ്പോൾ അധികം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞില്ല. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഞാൻ ഇത്തിരി ഒഴിച്ചാൽ അതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ 2-ാം തീയതി ആത്മക്കാരുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ പപ്പ രാവിലെ ഇവിടെ സിമിത്തേരി പള്ളിയിലേക്ക് കുർബാനക്ക് പോയിക്കണേണ്. അപ്പോൾ പപ്പ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. കാരണം റൂബി ഒറ്റക്കായി പോകും. അതുകൊണ്ട് ഞങ്ങൾ പപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. പപ്പയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കറക്റ്റ് 9:30ക്കാണ് കുർബാന നമുക്ക്. അപ്പോൾ 9:30 ആയി, ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കണേണ്. അങ്ങനെ നിൽക്കുമ്പോൾ പപ്പത് എത്തി. കറക്റ്റ് ഷാർപ്പ് ടൈമിൽ വന്നു. പക്ഷേ 9:30 കഴിഞ്ഞു. താമസിച്ചു തുടങ്ങിയത് അകത്തോട്ട് കയറിയിട്ടേ വാതിലടക്ക്. ചപ്പാത്തി എടുത്ത് തിന്നാണ് കേട്ടോ. ചപ്പാത്തി മാത്രമേ ഉള്ളൂ ഇവിടെ. പപ്പ 8:30 മാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പപ്പ പോകുന്ന സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ചൂടായിട്ട് തന്നെ ചപ്പാത്തി പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ചപ്പാത്തി. അപ്പോൾ വേറെ കറി വെക്കാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. മുട്ടയില്ല, പരിപ്പില്ല, പിന്നെ ചിക്കൻ കറിയല്ലേ വെച്ചേക്കണം. അപ്പോൾ പപ്പ പറഞ്ഞു അത് കുഴപ്പമില്ല, ചപ്പാത്തി മാത്രം മതി, കാപ്പിയുടെ കൂട്ടത്തിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, വെറുതെ ചപ്പാത്തി. പപ്പയുടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ ഈ രാവിലെ ഞാൻ ഈ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഇവർ പള്ളി കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ് നമുക്ക് മസാല ദോശ കഴിക്കാമെന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു ശരിക്കും. എങ്കിലും കുട്ടികളുടെ ഒപ്പം പോകുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ്. കുട്ടികൾ നാട്ടിലുള്ള സമയത്ത് അവരുടെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമെന്ന് കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തന്നെ ഒന്നും മിണ്ടിയില്ല. ഏതായാലും മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒന്നാമത് സൺഡേ നമ്മൾ മസാല ദോശ കഴിക്കാൻ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. മിക്ക കടകളിലും തിരക്കായിരിക്കുള്ളൂ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറേ മെനക്കേടാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മൾ കൃഷ്ണ കഫേ
കഫേയിലേക്കാണ് പോയത്. അവിടെയും ഉള്ള ഒരു വലിയ പ്രശ്നം പാർക്കിംഗ് ഇല്ലെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി ദൂരെ ഇടവഴിയിലൊക്കെ കയറ്റിയിട്ടിട്ട് വേണം പിന്നെ നടന്ന് വന്നിട്ട് കടയിൽ കയറാനായിട്ട്. അവിടെ എങ്ങും നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തവണയും നമ്മൾ ഒരുപാട് ദൂരെ വണ്ടി കൊണ്ട് ഇട്ടിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയത്. പിന്നെ ആര്യാസ് പാർക്കിൽ നമ്മൾ ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷെ അവിടുത്തെ സർവീസ് വളരെ മോശമാണ്. പഴയ ദോശ കൊണ്ടുവന്ന് തരിക, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യിക്കുക, അങ്ങനത്തെയുള്ള കുറേ സംഭവങ്ങളാണ് അവിടെ. എപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റമേഴ്സ് കിടന്നിട്ട് ബഹളം കൂട്ടണതാണ്. നമ്മളൊരു തവണ ബഹളം കൂട്ടിയിട്ടുണ്ട്, അത്രയും മോശമായിട്ട് സർവീസ് ഉണ്ടായിട്ട്. അതോടുകൂടി നമ്മളിനി അവിടെ കയറില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ പോകുന്നതാണ്. പലതവണ നമുക്ക് അബദ്ധങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം പിന്നെ ഇനി ഒരിക്കലും ഇവിടെ അത് ക്ഷമിച്ച് നമ്മൾ വീണ്ടും പോകും. കാരണം നമുക്ക് സൗകര്യമായിട്ട് ഒരു AC റൂമിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാം, അങ്ങനെയുള്ള നല്ലൊരു ഇതുണ്ട്. പക്ഷേ സർവീസ് കൊള്ളില്ല, പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളിത് കൃഷ്ണ കഫേയിൽ വന്നിട്ട് ആദ്യം ഒരു മസാല ദോശയും വടയും സാമ്പാറുമാണ് കൊണ്ടുവന്ന് വെച്ചത്. ചട്നി ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് ചട്നി ചോദിച്ച് മേടിക്കുകയും ചെയ്തത്. പിന്നെ ഒരു കോഫിയും കൂടിയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ റയന് കഴിക്കാനായിട്ട് ഭട്ടൂരയാണ് ഇഷ്ടം. പക്ഷേ ഭട്ടൂര വൈകുന്നേരം ഉണ്ടാവുള്ളൂ, രാവിലെ ഇല്ല. അങ്ങനെ ഏതായാലും അവിടുന്ന് നമ്മൾ പോകുന്നു. പിന്നെ റൂബിനെയും കാറി കയറ്റിയിട്ടാണ് വീടിൻ്റെ അകത്തേക്ക് പോകുന്നത്. റൂബിനെ കറക്കാൻ കൊണ്ടുപോകണമെന്ന് റോജർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിനി നേരം പോയ സ്ഥിതിക്ക് കറിയൊക്കെ വെക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് അകത്തേക്ക് തന്നെ പോന്നു. പിന്നെ വന്നു കഴിഞ്ഞ് ഒന്ന് ഉടുപ്പൊക്കെ മാറിയതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് ബാക്കിയുള്ള പണികൾ തീർക്കണമല്ല. പക്ഷേ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എന്നിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ചിക്കൻ ഇത്തിരി ഉണ്ടായിരുന്നത് വളരെ കുറച്ച് എടുത്തിട്ട് റൂബിക്ക് ഞാൻ വേവിക്കാൻ വെച്ച്, പിന്നെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് നമ്മുടെ പാചകങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഒരു ബീൻസിൻ്റെ മെഴുക്ക് പുരട്ടിയും പിന്നെ തേങ്ങ അരച്ച ഒരു പടവലങ്ങ കറിയും, അത്രയും വെച്ചാൽ മതി. പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ട്. കുട്ടികൾ മിക്കവാറും അപ്പം ഞാൻ ചോദിച്ചേട്ടാ ഇപ്പോൾ ചപ്പാത്തിയും ചിക്കനും എന്ത് ചെയ്യുക, അത് ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അത് ഒരു സമാധാനം. പിന്നെ ചോറ് ബാക്കി വരും നമുക്ക്. ചോറും ഞാൻ വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. പക്ഷെ അത് കുഴപ്പമില്ല, ചോറ് നമുക്ക് ചൂടാക്കി എടുക്കാമല്ല, പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പം ഞാനേതായാലും പടവലങ്ങയിൽ പരിപ്പില്ലാത്തത് കൊണ്ട് വെറുതെ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അങ്ങോട്ട് വേവിച്ച്, പിന്നെ ഇനി ഇത്തിരി ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി തേങ്ങ അരച്ചിട്ട് അതിനകത്തേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി ബീൻസിൻ്റെ ആ മെഴുക്ക് പുരട്ടി പിന്നെ ഒരു പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മതി. കാരണം ഈ കറി, ഈ പടവലങ്ങ കറി ഇത്തിരി ലൂസായിട്ടുള്ള കറിയാണ്. അപ്പോൾ ചാറ് പോലെയും കറി പോലെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു ചാറ് കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ ചിക്കൻ കറി ഉണ്ട്. ഇതൊന്നും അവർക്ക് അത്ര വലിയ താല്പര്യം ഇല്ല, എങ്കിലും കഴിക്കും കേട്ടോ. താല്പര്യമില്ലെങ്കിലും വേണ്ടാന്നൊന്നും പറയില്ല, കഴിക്കുമെങ്കിലും എനിക്കറിയാം അവർക്ക് എന്തെങ്കിലും നോൺ കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീർന്നു കിട്ടും. പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ഒരു ചായ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ ഒതുക്കിയത് കൊണ്ടും വലിയ കൂടുതൽ പാചകം ഇല്ലാതിരുന്നത് കൊണ്ടും എനിക്കിത്തിരി പണികൾ മുകളിലൊക്കെ ചെന്നിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ റോജറിൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. അത് അവിടെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി മാറ്റി ആ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് മുകളിലേക്ക് ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കണേണ്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ ആ നേരം കൊണ്ട് പോയിട്ടൊക്കെ വന്ന് മുകളിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇല്ലേ, ഞാൻ ഈ സാരി ഉടുക്കാത്തത് എന്താണെന്നൊക്കെ നിങ്ങളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറില്ലേ. സാരി ഉടുക്കുന്നത് എനിക്കിഷ്ടമാണ്, എങ്കിൽ തന്നെ ഈ ഒരു കോൺഫിഡൻസ് ഇല്ല, വീട്ടിൽ ആർക്കും താല്പര്യമില്ല ഞാൻ സാരി ഉടുക്കുമ്പോൾ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ സാരി ഉടുക്കുന്ന കാണുമ്പോൾ തന്നെ ഇവരുടെ എല്ലാവരുടെയും മുഖം വല്ലാതെ എന്നുള്ള രീതിക്ക് വരികയും ചെയ്യും. അത് കണ്ടുകൊണ്ട് എനിക്കത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതി കൊടുത്ത് നടക്കുകയും ചെയ്യേണ്ടി വരും. പിന്നെ അതിനേക്കാൾ ഏറെ വലിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ ബ്ലൗസുമേലാണ് നമുക്കൊരു പണി വരുന്നത്. സാരി കുഴപ്പമില്ല, സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ ചെല്ലുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഇവിടെ നല്ല ചാർജാണ് സാരി ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട്. ഇനി കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മൾക്ക് തൃപ്തിയായിട്ടൊരു ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും 1000 രൂപ എങ്കിലും ആകും. ബ്ലൗസിൽ ഒരിത്തിരി വർക്കും കൂടി ചെയ്ത് ഇങ്ങോട്ട് തരുമ്പോൾ ഒരു വർക്കും ചെയ്യാതെ തയ്ക്കണതിനും വേണം 600 രൂപ. ചുമ്മാ ഒരു ബ്ലൗസ് തയ്ക്കണതിന്, സാധാരണ ഒരു തുണിയിൽ തയ്ക്കണതിന് 600 രൂപ കൊടുത്തിട്ടാണ് ഞാൻ തയ്പ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അത്
എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. കാരണം ഞാൻ അധികം സാരി ഉടുക്കാത്ത ആളുമാണ്. ഇത്രയും രൂപ കൊടുത്തിട്ട് ബ്ലൗസൊക്കെ തയ്പ്പിച്ച് പിന്നീട് അത് 1-2 തവണ കൂടുതൽ ഉടുക്കാറുമില്ല, അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ സാരിയുടെ കാര്യം എനിക്ക് ഉടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തയ്യക്കൂലി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 3ഉം എനിക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തകരാറുകളുണ്ട്. അത് നമ്മൾ ചെയ്ത് റെഡിയാക്കി വരുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പൊക്കെ പോകും, ബ്ലൗസ് ഇട്ടിട്ട് ഒരു ഭംഗിയില്ലാതെ പോകും. അത് അങ്ങനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് ഉണ്ടാവും, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് വരില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം ഷേപ്പെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഞാൻ മതിയാക്കി. 3 എണ്ണം മേടിച്ച് അത് മതിയാക്കി. കാരണം അതിൽ തുണി വെച്ച് പിടിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ മിക്കവാറും തുണി വെച്ച് പിടിപ്പിക്കേണ്ടിയാണ് വരണത് കേട്ടോ. കറക്റ്റ് അളവെടുത്താൽ പോലും എന്തോ എവിടെയൊക്കെയോ ഒരു ടൈറ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഗിൽഡാണ് എപ്പോഴും തുണിയൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ കൊണ്ടുവന്ന് തരണത്. അപ്പോൾ അതിനേലും വലിയ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയും ഞാൻ നിർത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കറികളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പപ്പടമൊക്കെ വറുത്ത് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പപ്പക്കുള്ള ചോറ് വിളമ്പി കൊടുത്തിട്ടാണ് മുകളിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോയത്. ആ പപ്പ എഴുതുന്നുണ്ടെങ്കിലേ ഇന്ന് തലമുടി വെട്ടിയിട്ട് വന്നേക്കണേണ്. പപ്പക്ക് ഒരു തരി പോലും തലമുടി ഇങ്ങനെ നീളം വെക്കാൻ പാടില്ല, അപ്പം തന്നെ വെട്ടു കേട്ടോ. ഇപ്പം പിന്നെ പ്രായം കൊണ്ട് തലമുടി കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഹെയർ ഉണ്ടായിരുന്നു പപ്പയുടെ തലയിൽ, നല്ല ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ പോലെയാണ്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെയുള്ള ഫോട്ടോയിൽ കിടക്കുന്ന വളഞ്ഞിങ്ങനെ ഒടിഞ്ഞ് കിടക്കണേണ് ഹെയർ, നല്ല ഹെയറാണ്. പക്ഷേ ഇപ്പോൾ പ്രായമായപ്പോഴത്തേക്കും ആ ഹെയറൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും പപ്പ അറിയുന്നേ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. പപ്പയുടെ തലയിലെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുടി ഇങ്ങനെ ഷോർട്ടാക്കുമ്പോഴത്തേക്കും ശരിക്കും തലയോട്ടി നന്നായിട്ട് കാണാം. അപ്പോൾ അതാണ് റയൻ പറഞ്ഞത്, തലമുടി മൊത്തം പോയില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് പപ്പക്ക് അതൊന്നും പ്രശ്നമില്ല, പപ്പക്ക് തലയിൽ മുടി ഒരു തരി പോലും വളരാൻ ഇഷ്ടമല്ല. അപ്പം തന്നെ അത് കട്ട് ചെയ്ത്. പക്ഷെ നേരത്തെയൊക്കെ തിക്കായിട്ട് ഹെയർ ഉള്ളപ്പോഴത്തേക്ക് അങ്ങനെ വെട്ടിയാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നല്ലോണം തലയോട്ടി കാണാം അങ്ങനെ. അപ്പം ഞാൻ തയ്യലിൻ്റെ കാര്യം പറഞ്ഞ് വന്നില്ലേ. അപ്പം നമ്മളിതേ മോളിൽ വന്നിട്ട് റൂബിനെ ചെയറിലിരുത്തി ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കണേ. റോജർ അവിടെ പാട്ട് വെച്ചേക്കണതുകൊണ്ടാണ് റൂബിനെ കളിപ്പിക്കണമെന്നും എനിക്ക് ഇടാൻ പറ്റാണ്ട്. റോജർ വെച്ചതിൽ പാട്ട് വെച്ചിട്ടുണ്ട്. റോജർ ഇതിൽ വർക്ക് ചെയ്യണേണ്, ആ കൂട്ടത്തിൽ പാട്ടും വെച്ചേക്കണേ. അപ്പം അങ്ങനെ അവളെയും കറക്കിക്കൊണ്ട് ഇത് ചെയറിലിരുത്തിക്കൊണ്ട് നടക്കണേണ് കേട്ടോ. അപ്പോൾ ഈ തയ്യലിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെയും ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ തന്നെ. അപ്പോൾ തയ്യൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നൂലിൻ്റെ ഒരു പകുതി പോലും വേണ്ട ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ ഈ 1000 രൂപ മേടിക്കണ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അവർ ആ ഒരു ബ്ലൗസ് തയ്ച്ച് പഠിച്ചത് എത്രയോ വർഷങ്ങൾ ചിലവിട്ടായിരിക്കാം, എത്ര രൂപ ചിലവിട്ടായിരിക്കാം, എത്ര ടൈം അവർ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, എത്രയോ അവർക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാൻ തോന്നുന്നു ഇത്തിരിയൊക്കെ തെറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ഇല്ലേ. അപ്പോൾ അങ്ങനെ എത്രയോ മനസ്സിൽ ഇങ്ങനെ ക്ഷമയോടുകൂടി എത്ര നാളിരുന്നിട്ടായിരിക്കുള്ളൂ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കണ്ടേ? നമ്മൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് വേണം. അതിനാണല്ല അവരത്രയും പൈസ മേടിക്കണത്. ആരും തന്നെ അത് ചിന്തിക്കാറില്ല. എല്ലാവർക്കും ഇത് ഈ നിസ്സാര തയ്യലെന്തിനാ ഇത്ര പൈസ മേടിക്കുക എന്നുള്ളതായിരിക്കുള്ളൂ എല്ലാവരും ചിന്തിക്കണം. പക്ഷേ അവരുടെ എത്രയോ വർഷങ്ങളായിരിക്കും, എത്രയോ സമയം, എത്രയോ പൈസയായിരിക്കാം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതൊക്കെയാണ് നമുക്കിത്രയും ചാർജ് കൂട്ടിയിട്ടുള്ള അവർ പറയണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആവശ്യക്കാർ കൊടുത്താൽ മതി, നിർബന്ധമില്ല അവർക്ക്. അവർ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ തയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും മേടിക്കണില്ല. നമ്മളവിടെ ചെന്നല്ലേ തയ്പ്പിക്കാം. അപ്പോൾ ആവശ്യക്കാർ മതി, ഞങ്ങൾക്കതാണ് അത്രയും മേടിച്ചാലേ ഒരു പ്രോഫിറ്റ് ഉള്ളൂ എന്നുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഈ ചെറിയൊരു തയ്യലിന് ഇത്രയും പൈസയാ, എത്ര പെട്ടെന്ന് തയ്ക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളൊരു ബയോഡാറ്റ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ സ്ഥാനമാനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ അതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന്, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ആ ബയോഡാറ്റക്കകത്ത് എഴുതിയിട്ടുണ്ടാവുമോ? ഒരിക്കലും എഴുതിയിട്ടില്ല. എവിടെയാണ് എത്തപ്പെട്ട് നിൽക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്ട്രഗിൾ മുഴുവൻ അനുഭവിച്ചത് ഈ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തിട്ടാണ് ഒരു സ്ഥാനത്തെത്തുന്നത്. അതൊന്നും ഒരു മൈൻഡില്ല. എല്ലാവർക്കും ഒരു ഭാഗ്യമുണ്ട്, അവർ ഈ സ്ഥാനത്തെത്തി, ഭാഗ്യം ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളുടെ പരിശ്രമം, ക്ഷമയോടുകൂടിയുള്ള പരിശ്രമം കൂടിയായിട്ടാണ് നമ്മൾ ഓരോ സ്ഥാനത്തെത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ
മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ റോജറിൻ്റെ വിരിപ്പും എല്ലാം ഇട്ട് കൊടുത്ത് അവൻ്റെ ബുക്കൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെ ആ ബുക്കുകളും ഒക്കെ അവിടെ എല്ലാം പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ എടുത്ത് രണ്ടാമത് വെച്ച് കൊടുത്ത് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചൻ തന്ന തയ്യൽ മെഷീൻ്റെ കാര്യം ഞാൻ പറയാറില്ലേ, അതിപ്പോൾ ഉപയോഗിക്കാനും പറ്റാതെ ഇത് എടുത്ത് പുറത്തേക്ക് ഇടാനും പറ്റാതെ അതവിടെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചേക്കണേണ്. കാരണം ഇവിടെ ആകെ ഇപ്പോൾ ഒരു സ്ഥലമില്ല. നേരത്തെ ഇവിടെ ഒഴിഞ്ഞ് കിടക്കണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓടി നടക്കാനൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ പപ്പട അപ്പച്ചനാണ് കേട്ടോ. അത്രയും ഞാൻ സ്നേഹിക്കുകയും എന്നെ തിരിച്ച് സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും എന്നെ അതിലേറെ തിരിച്ച് ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത അത്രയും ഒരു ഓർമ്മകളാണ് അപ്പച്ചനെക്കുറിച്ച്. അപ്പച്ചൻ മരിച്ചു പോയത് കൊണ്ടാണ് കേട്ടോ അത് ഞാൻ വീണ്ടും എടുത്ത് പറയണതേ. കാരണം അത്രയും ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെക്കാളും ഒക്കെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ അതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ തൊണ്ട ഇങ്ങനെ ആകും, എനിക്ക് ഗദ്ഗതം ഇങ്ങനെ വരും. അത് പറഞ്ഞിരിക്കാനാവാത്ത ഒരു ബന്ധമാണത്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് ഞാനതവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ചിലപ്പോൾ എനിക്കത് ഉപയോഗിച്ച് അത് ഇടയ്ക്ക് ഞാനെടുത്ത് തയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളുടെ ആ ഒരു സെറ്റ് എല്ലാം മുകളിലേക്ക് എടുത്തിട്ടതിന് ശേഷം എനിക്ക് പിന്നെ അത് പുറത്തേക്ക് എടുക്കാൻ ഒന്നിനും പറ്റാതെ അത് അവിടെ ഇരിക്കണേണ്. ഇപ്പം നമ്മൾ പുതിയ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ അതിൽ തയ്ക്കാമല്ല. അപ്പോൾ അത് താഴെ ഞാൻ കൊണ്ടുപോയി വെച്ചേക്കണേമാണ്. അങ്ങനെ പോലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് താഴെ വന്ന് താഴെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നതും ഒക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ 3 ആളും കൂടി ഭക്ഷണം കഴിച്ച്. പിന്നെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ച് തലേദിവസം നമ്മൾ KFC കഴിച്ചതിൻ്റെയൊക്കെ ആ വേസ്റ്റാണ് എടുത്ത് വെച്ചേക്കുന്നത്. പുറത്ത് ഡോഗ്സൊക്കെ ഇന്ന് വരുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി ഒഴിവാക്കി കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് കറികളൊക്കെ ആക്കി വെച്ച് കിച്ചണും എല്ലാം തുടച്ചിട്ട് എല്ലാം കഴിഞ്ഞിനി പാത്രങ്ങളൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം. ഞാനും റൂബി കുഞ്ഞും കൂടി പോയിട്ടൊക്കെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ വൈകുന്നേരത്തേക്കൊന്നും വേണ്ട, ബിസ്ക്കറ്റ് ചിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ റോജൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പാല് മേടിക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ മേടിച്ച് വെക്കും. പിന്നെ ഇത് പേരക്ക ഇപ്പോൾ ഇത്തിരി ഡിമാൻഡ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കേടായി തുടങ്ങിയേക്കണത്. റയൻ്റെ ആണെന്നുണ്ടെങ്കിലും പല്ലൊക്കെ വേദന എടുക്കണം. ഈ പേരക്കയുടെ ആ കുരു ഭയങ്കര ഹാർഡാണല്ലോ. അപ്പോൾ അത് എല്ലാ ദിവസവും അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും പല്ലിനാണെന്നുണ്ടെങ്കിലും മോണൊക്കെ ആണെങ്കിലും ചെറിയ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ ഇപ്പോൾ മാറ്റി വെച്ചേക്കണേണ്. അങ്ങനെ ഒരു ജോലികളെല്ലാം തീർന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച്. അപ്പോൾ ഇന്ന് റോജർ പുറത്തേക്കൊന്നും പോകാഞ്ഞുകൊണ്ട് റോജർ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും കൂടിയൊക്കെ കുറേ നേരം സംസാരിച്ച്. പിന്നെ നമ്മൾ രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറ്റത്തൊക്കെ പോയിരുന്നിട്ട് മോരും വെള്ളവും ലസ്സിയും ഒക്കെ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതെല്ലാം അടുത്തൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്